നമുക്ക് ഇന്നത്തെ മധ്യാഹ്നത്തിലുള്ള പ്രഭാഷണം നമുക്ക് പറഞ്ഞിരുന്നത് സുധാമണി ടീച്ചറാണ്. തിരുവനന്തപുരത്താണ്. അമ്മയെ എല്ലാ ആചാര്യമര്യാദകളോടും കൂടി നമുക്ക് ഈ വേദിയിലേക്ക് ആനയിക്കാം. ഭാഗവതഹംസം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോടനുബന്ധിക്കുന്ന ഈ ഭാഗവത നവാഹയജ്ഞത്തില് 7-ാം ദിവസത്തെ മധ്യാഹ്ന പ്രഭാഷണം. വിഷയം മുച്ചുകുന്ദ സ്തുതിയാണ്. അമ്മയെ എല്ലാ ആചാര്യമര്യാദകളോടും കൂടി പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സാദരം സവിനയം ക്ഷണിച്ചുകൊള്ളുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സുപ്തം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംന അന്യാംശഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ധ്യായേന്നിത്യം ഗണേശം പരമഗുണയുതം ധ്യാനസംസ്ഥം ത്രിനേത്രം ഏകം ദേവം ത്വനേകം പരമസുഖയുതം ദേവദേവം പ്രസന്നം ശുണ്ഡാദണ്ഡാഢ്യഗളിതമതജലോലോലമത്താലിമാലം ശ്രീമന്തം വിഘ്നരാജം സകലസുഖകരം ശ്രീഗണേശം നമാമി. വാഗർത്ഥാവിവ സംപൃക്തൗ പ്രവൃത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. പ്രിയമുള്ളവരെ, ഈ ഭാഗവത ഞാന് പ്രഭാഷണം പറയുന്നത് ആദ്യമായിട്ടാണ്. അതില് ഒരു പ്രഭാഷകയൊന്നും അല്ല. ഞാന് വായിക്കും, കുറേയൊക്കെ വായിക്കും, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട് സപ്താഹത്തില്, ഇതിൽ തന്നെ. ഇപ്പോ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്, ഈ ഗ്രൂപ്പിന്റെ പേരാണ് എനിക്ക് അല്പമെങ്കിലും ധൈര്യം തന്നത്. ഭാഗവത കുടുംബമാണ്. ഈ കുടുംബത്തിൽ ആചാര്യന് എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. കുടുംബമായതുകൊണ്ട് തന്നെ അവന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പറയുന്നതിന് ഒരുപാട് ഔപചാരികതയൊന്നും ആവശ്യമില്ലല്ലോ. വരുന്നത് നമുക്കറിയാവുന്നത് എന്തെങ്കിലും പറയാം എന്ന് തന്നെ കരുതുകയാണ്. എനിക്ക് ഇവിടെ തന്നിരിക്കുന്ന വിഷയം ദശമസ്കന്ധത്തിലെ 51-ാമത്തെ അധ്യായമാണ്. അതിൽ വരുന്നത് കാലയവന വധവും മുചുകുന്ദ മോക്ഷവുമാണ്. ഇതില് മുചുകുന്ദന് മോക്ഷം കൊടുക്കുന്നു. അതിനായി ഭഗവാന് ആ ഗുഹയിൽ എത്തുന്നു. ഭഗവാൻ എത്തിയതിൻ്റെ ആമുഖം, ആദ്യമുള്ള കാര്യങ്ങള് അതും കൂടി പറഞ്ഞെങ്കിലേ പൂർണ്ണാവുള്ളൂ. യവനാധിപനായിട്ടുള്ള ഒരു ദുഷ്ടനും മ്ലേച്ഛനുമായിട്ടുള്ള ഒരു രാജാവാണ് ഈ വലിയ ശക്തിമാനാണ്. അദ്ദേഹം ശിവനിൽ നിന്നൊരു വരം വാങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിൽ മരിക്കരുത്, ആയുധങ്ങളാൽ മരിക്കരുത്, ശത്രുക്കൾ കൊല്ലാനിടയാകരുതെന്നൊരു വരം വാങ്ങിയിട്ടുണ്ട്. സാധാരണ അസുരന്മാര് വരം വാങ്ങിയാൽ എന്താ ചെയ്യുക? നമ്മൾ പുരാണങ്ങളിൽ എല്ലാം കണ്ടിട്ടുണ്ട്. അസുരന്മാർക്ക് ശക്തി ഉണ്ടായാൽ വരം വാങ്ങിയാൽ ഉടനെ അക്രമം അഴിച്ചുവിടും. നല്ല ആളുകളെ, സജ്ജനങ്ങളെ, പ്രത്യേകിച്ചും ദേവന്മാരെയൊക്കെ അങ്ങ് ആക്രമിച്ച് കീഴ്പ്പെടുത്തും. പിന്നീട് അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവാണ്. ഏതെങ്കിലും രീതിയിൽ അവതരിച്ച് ഇവരെ, ഈ ദുഷ്ടന്മാരെയൊക്കെ നശിപ്പിക്കും.
അതുപോലെ ഒരു കഥ തന്നെയാണ് ഇത്. ഈ കാലയവനൻ ജരാസന്ധന്റെ ശത്രുവാണ്. ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് മഗധയും ജരാസന്ധന്റെ രാജ്യവും അതുപോലെ തന്നെ മധുരയും എല്ലാം കൂടി പിടിച്ചടക്കാനായിരുന്നു കാലയവനന്റെ മനസ്സിലിരിപ്പ്. ഇയാള് ദുഷ്ടനാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ നാശം അത്യന്താപേക്ഷിതമാണ്. ഓ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തില് നമ്മുടെ നാരദമുനി അവിടെ പ്രത്യക്ഷപ്പെടും. നാരദ മഹർഷി എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും വലിയ ഏഷണിയുടെ ആളാണ്. അങ്ങനെ ഏഷണിക്കാർക്ക് ഒരു പേര് തന്നെയുണ്ട്, നാരദനാണ്. അപ്പൊ എന്താണ് നാരദൻ ചെയ്യുന്നത്? നാരദ മഹർഷി ചെയ്യുന്നത് ലോകത്തിന് ഏറ്റവും ഗുണകരമായ ചില കാര്യങ്ങൾ. ദുഷ്ടന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം ഹിരണ്യാക്ഷനെ ചെന്ന എരിയേറ്റി. അപ്പോ അത് പറയുന്നുണ്ട്, പിന്നെ എന്തേ ഭൂമിയെ ഇതാ മഹാവിഷ്ണു അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഹരി മറന്നുപോയി. ഭവതീയാം വസുമതി ഹരതി ഭവതീയാം വസുമതി. നിന്റെ ഇതാ ആ മായാവിയായിട്ടുള്ള വിഷ്ണു നിന്റെ ഭൂമിയെ എടുത്തുകൊണ്ടു പോകുന്നു. അപ്പോ പിന്നെ ഹിരണ്യാക്ഷൻ അന്വേഷിച്ച് നടന്ന് യുദ്ധം ചെയ്ത് അവസാനം മരണമരിക്കുകയാണ് ചെയ്തത്. ഹിരണ്യാക്ഷനെ കൊല്ലാൻ തന്നെയാണ് അദ്ദേഹം അവിടെ ചെന്നത് തന്നെ ഒരു വരാഹമായിട്ട്. നമ്മൾ അങ്ങനെ ഏത് കാര്യത്തിനും ഹിരണ്യകശിപു അഹങ്കാരിയായ ഹിരണ്യകശിനെ കൊല്ലാനായി നരസിംഹമായിട്ട് അവതരിച്ച് ഹിരണ്യകശിപുവിനെ കൊന്നു. പല 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 വരങ്ങള് പോയിൻസ് താൻ മരിക്കാതിരിക്കാനുള്ള പല കാര്യങ്ങളും ഹിരണ്യകശിപു സംഭരിച്ചു വെച്ചിരുന്നു. പക്ഷെ അതിനെ എല്ലാം മറികടന്ന് ഭഗവാൻ അയാളെ കൊന്നു. ഇങ്ങനെ എല്ലാം ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ധ്രുവന് നല്ല ആളുകൾക്ക് ഗുണമാണ് ചെയ്യുന്നത്. ധ്രുവന് തപസ്സിന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തത് നാരദനാണ്, നാരദ മഹർഷിയാണ്. ഇങ്ങനെ നാരദ മഹർഷിയുടെ സ്നേഹം വളരെ വലുത്. അപ്പോ ഇവിടെ കാലയവനന്റെ അടുത്ത് എന്ന് പറയുന്നു, അല്ലയോ മഹാബാഹു. വിളിക്കുന്നത് തന്നെ വലിയ ഒരു പദം കൊണ്ടാണ്. അപ്പോഴത്തേക്ക് തന്നെ കാലയവന് വളരെ അഹന്ത കൂടുക ചെയ്യും. അങ്ങയുടെ കീർത്തി കാവ്യം ഈ ലോകം പറഞ്ഞു കഴിഞ്ഞു. മഹാപുരുഷനാണ് അങ്ങ്, അങ്ങേ കാണാനാണ് ഞാൻ വന്നത്. ജരാസന്ധൻ അങ്ങയുടെ ശത്രു. ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്യാൻ അങ്ങ് ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ജരാസന്ധനുമായിട്ട് യുദ്ധം ചെയ്യാൻ മഗധയ്ക്കൊന്നും പോണമെന്നില്ല. അവന്റെ എതിരാളി എന്ന് പറയുന്നത് കഷ്ടിച്ച് 15 വയസ്സുള്ള ഒരു കാലി ചെറുക്കനാണ്, ഒരു കൊച്ചു ചെറുക്കൻ. അവന്റെ പേര് കൃഷ്ണൻ എന്നാണ്. വിഷ്ണു ആണെന്നുള്ള ഗമയിലാണ് അവൻ നടക്കുന്നത്. അതുകൊണ്ട് ഈ 2 പേരെയും കൂടി തോൽപ്പിച്ച് അങ്ങേക്ക് ആ രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അവന്റെ വിഷ്ണു പ്രഭാവം ഇപ്പൊ തന്നെ നടക്കണം. ായിട്ടുള്ള ആ കപട നാമധാരിയായിട്ടുള്ള ആ കാലിച്ചെറുക്കനെയും കൂടി വധിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവനൻ ഒരു 5 ലക്ഷം പടയോടുകൂടി മധുരാപുരിയിലേക്ക് തിരിച്ചു. കൃഷ്ണൻ ഇതറിഞ്ഞു. ഇവരെല്ലാം കൂടി വന്നാൽ ആകപ്പാട് ഒരുപാട് ആൾ നാശമുണ്ട്. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ട് ഇപ്പൊ നാരദമുനി ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാലയവനന്റെ മുന്നിൽ കൂടി നടന്നു കൃഷ്ണൻ. നോക്കിയപ്പോൾ നാരദമുനി പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഇവനുണ്ട്. വനമാലയും പീതാംബരവും തലയിൽ മയിൽപീലിയും വളരെ മനോഹരമായ കണ്ണുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ
അത് കണ്ട് കയ്യിലായുധം. അതുകൊണ്ട് ആയുധമില്ല, കൃഷ്ണന്റെ പിറകെ ഓടിച്ചെന്നു. അപ്പോ കൃഷ്ണൻ തുടങ്ങി. കൃഷ്ണൻ ഓടി ഓടി വളരെ ദൂരേക്ക് പോവാണ്. ഇയാളും പുറകെയുണ്ട്, കാലയവനും പിറകെയുണ്ട്. കൃഷ്ണന് ഒരു വിദ്യ കൂടി പ്രയോഗിച്ചു. ഇനി അല്പം കൂടി നടന്നാല്, അല്പം കൂടി ഓടിയാല് ഇയാളെ പിടിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ആ ദൂരാണ് കൃഷ്ണൻ ഓടുന്നത്. ഹസ്തപ്രാപ്തം പതേ ദർശയത എന്നുള്ള രീതി. ഇനിയൊരടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും പ്രതിപദമതി എന്ന് ഉണ്ണായി വാര്യർ പറഞ്ഞതുപോലെ. അപ്പോ അങ്ങനെ വളരെ വേഗത്തിൽ ഓടി 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 ഒരു ഗുഹയിലേക്ക് കയറി. ആ ഗുഹയില് ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്, ഉദച്ച് കിടന്നുറങ്ങുന്നുണ്ട്. കൃഷ്ണൻ തന്റെ അങ്ങ് ഇട്ടു, എന്നിട്ട് മാറി ഒരിടത്ത് ഒളിച്ചിരുന്നു. അപ്പോഴേക്ക് കാലയവനൻ ഓടി വന്നു ഗുഹയ്ക്കകത്തേക്ക് കയറി. നീ പേടിച്ചവിടെ ഓടിയാലും നിന്നെ ഞാനിന്ന് പിടിക്കും എന്ന് ആക്രോശിച്ചു. നിൽക്കവിടെ എന്നൊക്കെ പറഞ്ഞാണ് ഓടുന്നത്. ശത്രുക്കൾ പേടിച്ചോടുന്നവൻ പൗരുള്ളവനാണോ? ധൈര്യമുണ്ടെങ്കിൽ നീ എന്റെ നേരെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഓടിച്ചെന്ന് ഗുഹയ്ക്കകത്ത് കയറിയപ്പോഴത്തേക്ക് അവിടെ കിടക്കുന്ന ഒരുത്തൻ. താൻ മുമ്പ് അവന്റെ മീതയുണ്ട്. ഇത് കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ പേടിച്ച് ഓടി ഒളിച്ച് കിടന്ന് ഉറങ്ങിയ പോലെ കിടക്കുകയാണ് എന്ന് ചിന്തിച്ചിട്ട് കാലയവനൻ കാലുകൊണ്ട് നല്ല ചവിട്ട് കൊടുത്തു. ആ ചവിട്ട് കൊണ്ട് അവിടെ കിടന്നയാൾ ഉണർന്നു, എണീറ്റു. വളരെ രോഷത്തോടുകൂടി തന്നെ ഉണർത്തിയത് ആരാണ് എന്ന് നോക്കി കണ്ണുറന്ന് രൂക്ഷമായിട്ട് വീക്ഷിച്ചു. അപ്പോൾ മുന്നിൽ കാലയവനൻ നിൽക്കുന്നു. മുന്നിൽ ഒരുത്തൻ നിൽപ്പുണ്ട്, ഒരു വലിയ രൂപം ധരിച്ച ഒരാള്. വളരെ രൂക്ഷമായിട്ട് നോക്കിയപ്പോൾ ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി പതിച്ച് കാലയവനൻ അപ്പോൾ തന്നെ ഭസ്മമായി, കരിഞ്ഞു ചാമ്പലാൻ. അപ്പോൾ കാലയവനൻ ഒരു വരം വാങ്ങിയിട്ടുണ്ട് ശിവനിൽ നിന്ന്. ആയുധത്താൽ മരിക്കില്ല, യുദ്ധത്തിൽ മരിക്കില്ല എന്നൊക്കെയുള്ള അപ്പൊ ഇങ്ങനെയുള്ള ഒരുവനെ, ഈ ദുഷ്ടനെ എങ്ങനെയെങ്കിലും വകവരുത്തണമല്ലോ. അതിനാണ് ശ്രീകൃഷ്ണൻ ഈ ഒരു മാർഗം സ്വീകരിച്ചത്, ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയിട്ട്. ഇനി ആരാണ് അവിടെ കിടന്നുറങ്ങിയത്? ആരാണെന്ന് വെച്ചാൽ സൂര്യവംശത്തെ അണിയായിട്ടുള്ള മാധാതാവിന്റെ പുത്രൻ, ഹരിഭക്തനായി മോക്ഷമടഞ്ഞ അംബരീഷ രാജാവിന്റെ അനുജൻ മുചുകുന്ദൻ. മുചുകുന്ദൻ അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു. അദ്ദേഹം ഒരു വലിയ വീരയോദ്ധാവായിരുന്നു. പണ്ട് ദേവാസുര യുദ്ധത്തിന്റെ സമയത്ത് ദേവന്മാരെ സഹായിക്കാനായിട്ട് അവരുടെ അഭ്യർത്ഥന അനുസരിച്ച് ദേവലോകത്ത് പോയി വളരെ കാലം യുദ്ധം ചെയ്ത് വിജയം നേടിക്കൊടുത്തു. കുറേയേറെ നാള് യുദ്ധം ചെയ്തു. ഓ മുചുകുന്ദനെ ആ യുദ്ധ സാമർഥ്യം കൊണ്ട് തങ്ങൾ ജയിച്ചു. അപ്പോൾ ദേവന്മാർ, പ്രത്യേകിച്ചും ദേവേന്ദ്രൻ, അദ്ദേഹത്തിനോട് എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത്? അപ്പോൾ മുചുകുന്ദൻ ആഗ്രഹം, എല്ലാ ആഗ്രഹങ്ങളും നശിച്ചു. അദ്ദേഹത്തിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ കുറേ നാളായി ഇല്ലാതെ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണം. ഇതാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്ന വരം. അത് തന്നെ ദേവേന്ദ്രൻ കൊടുത്തു. ആ വരം ദേവേന്ദ്രൻ നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ നിദ്രയ്ക്ക് ഭംഗം വരുത്തി ആരെങ്കിലും നിന്നെ സമീപിച്ചാൽ, നിദ്രയിൽ നിന്ന് ഉണർത്തിയാൽ നോട്ട് കൊണ്ട് തന്നെ അവൻ ഭസ്മമാകുമെന്ന്. അങ്ങനെ ദീർഘകാലമായിട്ട് നിദ്രയിലായിരുന്നു മുചുകുന്ദൻ. ഇങ്ങനെ ഈ വരം നേടിയ അദ്ദേഹം കാലയവനനെ ഭസ്മമാക്കിയിട്ട് നോക്കി, ഇതാരാണ്?
അപ്പോ ശ്രീകൃഷ്ണൻ മുന്നിലോട്ട് വന്നു. മുകുന്ദന്റെ മുന്നിലോട്ട് വന്നു. അപ്പോൾ മുചുകുന്ദന് സംശയം, ഇതാരാണ്? വൈഷ്ണവ ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. തിരികെ കാറുകൂന്തൽ കെട്ടുണ്ട്, ഞൊറിഞ്ഞുടുത്ത മഞ്ഞപ്പട്ടുടയാടയുണ്ട്, 4 തൃക്കൈകള്. ഇങ്ങനെയൊക്കെയുള്ള ഈ വിഷ്ണു രൂപത്തെ കണ്ടിട്ട് അദ്ദേഹം വളരെ ഭക്തിയോടെ ആ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ചോദിച്ചു, വൈഷ്ണവ ചിഹ്നങ്ങളോടുകൂടി അടിയന്റെ മുന്നിൽ നിൽക്കുന്ന അങ്ങ് ആര്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ഞാൻ വാസുദേവ യാദവന്റെ പുത്രനായ കൃഷ്ണൻ. കംസവധത്തിന് ശേഷം മധുരാപുരിയിൽ താമസിക്കുമ്പോൾ യുദ്ധത്തിനായിട്ട് യവനവിടെ എത്തി. അവനെ പേടിച്ചോട്ടിൽ ഞാൻ ഈ ഗുഹയിൽ വന്ന് കയറിയതാണ്. അങ്ങയുടെ നേത്രാഗ്നിയിൽ യവനൻ ചാമ്പലായി പോവുകയും ചെയ്തു. മുചുകുന്ദൻ തൊഴുതുകൊണ്ട് വീണ്ടും ചോദിച്ചു, അല്ലയോ പ്രഭു, അവിടുന്ന് കൃഷ്ണനാണെങ്കിലും വിഷ്ണു ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പൊ മുചുകുന്ദന് പരിചയമില്ല കൃഷ്ണന്. അപ്പോൾ മുചുകുന്ദൻ പറഞ്ഞു, അല്ലയോ ഭക്തോത്തമ, അങ്ങയുടെ അന്തർബോധം ശരിയാണ്. ഞാൻ അവതാരമായ കൃഷ്ണനാണ്, ഗോപാലകൃഷ്ണൻ. അയോധ്യയിൽ രാമൻ എന്ന പേരിൽ ഞാൻ അവതരിച്ചു. അന്ന് അങ്ങ് നിദ്രയിലാണ്ട് കിടക്കുകയായി. ആ യുഗത്തിൽ അവസാനിച്ചു. ഇപ്പോൾ ദ്വാപരയുഗമാണ്. ദ്വാപരയുഗത്തിന്റെ അവസാന ഘട്ടം. ഈ യുഗം ഞാൻ കൃഷ്ണനായിട്ട് അവതരിച്ചു. അങ്ങയെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ എന്നെ ധ്യാനിച്ച് അങ്ങ് മോക്ഷം നേടിയാലും ഞാൻ അങ്ങയ്ക്ക് സായുജ്യം നൽകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മുക്തിമാർഗമൊക്കെ ഉപദേശിച്ചിട്ട് അദ്ദേഹം മഹാകൃഷ്ണൻ അന്തർധാനം ചെയ്തു. ഈ മുകുന്ദൻ ഗുഹയിൽ നിന്നും പുറത്തു വന്ന് ബദരി ആശ്രമത്തില് എത്തി. ശ്രീഹരിയെ തപസ് ചെയ്ത് അവിടെ മുക്തിയടഞ്ഞു. നാം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഭാഗമുണ്ട്, മുചുകുന്ദ സ്തുതി. ഭഗവാനെ മുചുകുന്ദൻ സ്തുതിക്കുന്നത്, അത് മുചുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുന്നത് മാത്രമല്ല, അത് നമുക്ക് കൂടിയുള്ള ഒരു പാഠമാണ്. അപ്പൊ അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ആ ശ്ലോകങ്ങള് നമുക്ക് ചിലത് എല്ലാം വേണ്ട, അത് വളരെ വിസ്താരമായി പോകും. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഒരു 47 മുതൽ 59 ശ്ലോകം വരെയാണ് മുചുകുന്ദ സ്തുതി. മുചുകുന്ദൻ വിമോഹിയോയം ജനൈശമയ തുദീയയാ ത്വം ന ഭജത്യനർത്ഥദൃക് സുഖായ ദുഃഖ പ്രഭവേഷു സജ്ജതേ ഗൃഹേഷു യോഷിത് പുരുഷശ്ച വഞ്ചിത. അല്ലയോ സർവേശ്വര, അങ്ങയുടെ ശക്തി, അങ്ങയുടെ മായ സ്ത്രീ പുരുഷന്മാരെ ഒരുപോലെ മോഹിപ്പിക്കുന്നു. പരമാർത്ഥ ദൃഷ്ടി അവർക്ക് ഉണ്ടാകുന്നില്ല. ഈ നശ്വരമായ വിഷയഭോഗത്തെ സമ്പാദിക്കാൻ വളരെ പരിശ്രമിച്ചുകൊണ്ട് അവര് ജീവിതകാലം തള്ളി നീക്കുന്നു. അങ്ങേ ഇരിക്കുന്നില്ല. ആ മായയുടെ പുഞ്ചിരി കൊണ്ട് വഞ്ചിക്കപ്പെട്ട ഈ ലോകര് സുഖാനുഭവത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ദുഃഖം മാത്രം നൽകുന്ന കളത്ര പുത്രാദി സംസാര പദാർത്ഥങ്ങളിൽ ഏർപ്പെടുന്നു. അതുപോലെ യത്വാജനോ ദുർലഭമത്ര മാനുഷം കഥഞ്ചിദവ്യംഗമയത്നദോ നഖ പാദാരവിന്ദം ന ഭജത്യസന്മതിർ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു. ഓ പശു മുതലായ ജന്തുക്കൾ, പക്ഷികള്, പശുക്കള്, എല്ലാ ജീവജാലങ്ങളും അവര് ജനിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഇണ തേടുന്നു, വളരുന്നു, അവസാനം മരിക്കുന്നു. പക്ഷേ മനുഷ്യജന്മം അതുപോലെ അല്ലല്ലോ. മനുഷ്യത്വം ഉണ്ടാകുന്നത്, മനുഷ്യത്വം സിദ്ധിക്കുന്നത് സുലഭമല്ല. എത്രയോ ജന്മങ്ങൾ, ജന്തുജന്മങ്ങൾ കഴിഞ്ഞാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്. അനേക ജന്മങ്ങൾ കൊണ്ട് നേടിയ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് ഒരു
മനുഷ്യജന്മം ലഭിക്കുക. ആ മനുഷ്യജന്മത്തിൽ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിൽ തന്നെ മനസ്സിനെ അർപ്പിച്ച് ഭഗവത് പാദങ്ങളിൽ ചേരാൻ പരിശ്രമിക്കണം. അതാണ് വേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ പന്നിയും പശുവും മനുഷ്യനും തമ്മിൽ എന്താണ് ഭേദം? അതാണ്. അതുപോലെ ഈ രാജ്യ ഐശ്വര്യമൊക്കെ നശിച്ചു പോകുന്നതാണ്. ഇതിനൊക്കെ മീതെ ഒരു ആത്മാവുണ്ട്, ആ ബോധമുണ്ടാകണം. പുത്രന്മാര്, ഭാര്യ, ധനം, ഭൂമി മുതലായവയൊക്കെ വർദ്ധിപ്പിക്കാൻ എന്താണ് വഴി എന്ന ചിന്തയോടെയാണ് മനുഷ്യർ ജീവിക്കുന്നത്. അത് തെറ്റാണ് എന്ന് പറയും. പുരാരഥൈർ ഹേമ പരിഷ്കൃതൈശ്ചരൻ മതംഗജൈർവാ നരദേവ സംജ്ഞിത സയേവ കാലേന ദുരത്യയേന ദേ കളേവരോ വിക്രമി ഭസ്മസംജ്ഞിത. വളരെ പരിശ്രമിച്ച് വളരെയധികം ജന്മങ്ങൾ കഴിഞ്ഞ് ഒരു മനുഷ്യ ജന്മം കിട്ടുമ്പോൾ ഇങ്ങനെ ഭഗവാനിൽ ഇച്ഛയില്ലാതെ ആസക്തി ഇല്ലാതെ ജീവിച്ച് മലമോ കൃമിയോ ഭസ്മമോ ഒക്കെ ആയി പോകുന്നു. മരിച്ചു കഴിയുമ്പോൾ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല, അങ്ങനെ അന്നേരം മലമായി തീരുന്നു. അല്ലെങ്കിൽ ചിലപ്പോ ചെയ്യുകയാണെങ്കിലോ കൃമിയായി തീരുന്നു, കൃമികൾ കഴിക്കുന്നു. അല്ല, ദഹിപ്പിക്കുകയാണെങ്കിൽ ഭസ്മമായി തീരുന്നു. അല്ല, കാട്ടുതീയിലോ മറ്റോ പെട്ട് മരിക്കുകയാണെങ്കിൽ ഭസ്മമായി തീരുന്നു. വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം, മണ്ണിനു കൃമികളായി പോകിലാം എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുത്തച്ഛൻ. അപ്പോ ഇത് മനസ്സിലാക്കി നാം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പറഞ്ഞു തരുന്ന പാഠമാണ് ഇതെല്ലാം. മുചുകുന്ദൻ നമുക്ക് പറഞ്ഞു നടന്ന പാഠമാണ്, അല്ലെങ്കിൽ വ്യാസൻ മഹർഷി മനുഷ്യർക്ക് തരുന്ന ഉപദേശങ്ങളാണ് തരുന്നത്. ഇപ്പോ സ്ത്രീ സുഖം തേടി രാജാക്കന്മാരും മറ്റും തേടി അവരുടെ ആ പദവി തന്നെ നഷ്ടപ്പെടുന്നത് ധാരാളം കാണുന്നുണ്ട്. ഉത്ഥാനപാദനും ദശരഥനും ഒക്കെ അതിനുദാഹരണങ്ങളാണ്. അത് അന്ന്, ഇപ്പോഴും അതെ. ഇപ്പോഴും എത്രയോ സിംഹാസനങ്ങൾ, എത്രയോ മന്ത്രി കസേരകൾ ഈ സ്ത്രീ വിഷയത്തിൽ പെട്ട് നശിച്ചു പോകുന്നു. അതൊക്കെ മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ടതാണ്. അത്യാഗ്രഹം മനുഷ്യർക്ക് 10 കിട്ടിയാൽ 100 മതി, 100 സഹസ്രമായി. ഉർവീധവൻ ആശിപ്പത് ചക്രവർത്തിയാകാൻ, അവനോ ഭുവനാധിപത്യയുദ്ധൻ ശിവനെയും അത്യന് തൃഷ്ണതീരലുണ്ടു. ഒരു ചക്രവർത്തിയായാൽ പോലും അവനൊരു തൃപ്തിയില്ല. അവൻ പിന്നെയും പിന്നെയും രാജ്യങ്ങൾ ആക്രമിക്കുകയും കീഴ്പ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ദേവേന്ദ്രനാകണമെന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. ബ്രഹ്മചര്യം, വ്രതാനുഷ്ഠാനവും ദാനം, ജപം, ഹോമം, ഇവ കഠിന തപസ്സൊക്കെ ചെയ്ത് ദേവേന്ദ്രനാകാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ ഉപേക്ഷിച്ച് അന്തർമുഖനായിരുന്ന് തപസ്സു ചെയ്താൽ സംസാര സങ്കടമൊക്കെ നശിക്കും. അത് 55-ാമത്തെ ശ്ലോകം മുതൽ അത് പറയുന്നു. മന്യേ മമാനുഗ്രഹ ഈശ തേ കൃതോ രാജ്യാനുബന്ധാപഗമോ യദൃച്ഛയാ യഃ പ്രാർത്ഥ്യതേ സാധുഭിരേകചര്യയാ വനം വിവിക്ഷദ്ഭിരഖണ്ഡഭൂമിപൈ. ഇപ്പോൾ വിവേകികളായിട്ടുള്ള ചക്രവർത്തിമാര് വളരെ കാലം രാജ്യം ഭരിച്ചിട്ട് ഈ സുഖങ്ങളൊന്നും കൊണ്ട് സംസാര സങ്കടം തീരുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വനത്തിലേക്ക് പോകും. എല്ലാ സുഖങ്ങളും എല്ലാം ഉപേക്ഷിച്ച് വനത്തിൽ പോയി തപസ് ചെയ്യും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആ മോക്ഷത്തിലേക്കുള്ള വഴി അവർ തിരഞ്ഞെടുക്കും. അതിന് ഉദാഹരണമാണ് പുരാണത്തിലെ കർദമന്, പൃഥു, ഇവരെല്ലാം.
കർദമനാണെങ്കിൽ ഗൃഹത്തിൽ തന്നെ കപിലൻ എന്ന രൂപത്തില് ഭഗവാൻ ഉണ്ടായിട്ട് പോലും ഗൃഹത്തിലിരുന്നാൽ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ പോകും എന്നുള്ള ആ ഒറ്റ കാരണം കൊണ്ട് വനത്തിലേക്ക് പോയി മോക്ഷമടഞ്ഞ ആളാണ്. തപസ് ചെയ്ത് മോക്ഷമടഞ്ഞ ആളാണ്. ഭഗവാനെ, കപില മഹർഷിയെ പ്രദക്ഷിണം ചെയ്ത് അവിടെ നിന്നും അനുവാദം വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ന കാമയേന്യം തവ പാദസേവനാത് അകിഞ്ചന പ്രാർത്ഥ്യതമാതുരം വിഭൂം ആരാധ്യസ്ത്വം ഹ്യവർഗദം ഹരേ വൃണീതാര്യോ പരമാത്മബന്ധനം. ഇപ്പോ ഇങ്ങനെ വരങ്ങൾ വരിച്ചു കൊള്ളുക എന്നൊക്കെ ഭഗവാൻ പറഞ്ഞതിന് മറുപടിയാണ്. അങ്ങ് എന്റെ സംസാര ബന്ധത്തെ നശിപ്പിക്കാനുള്ള കാരുണ്യം എന്നിൽ പ്രകാശിപ്പിച്ചാൽ മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. വിഷയാശ ഉണ്ടാക്കാനായിട്ട്, ഈ സംസാര സുഖങ്ങള് നേടാൻ ഉള്ള ആഗ്രഹം ഉണ്ടാകാനായിട്ടുള്ള അങ്ങയുടെ മായ അത് എന്നിൽ പ്രവർത്തിക്കാതിരിക്കണേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്ന് ഭഗവാനോട് പറയും. മറ്റുള്ള ആശകളെല്ലാം ദോഷസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് ഈശ്വര, ഞാൻ എല്ലാ ആശകളും ഉപേക്ഷിച്ച് പരമപുരുഷനായ അങ്ങയെ മാത്രം ശരണം പ്രാപിക്കുകയാണ്. ആശ ചിന്തിച്ചാലും അതെല്ലാം ഗുണവുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നിൽ സത്വഗുണം, അല്ലെങ്കിൽ രജോ ഗുണം, അല്ലെ തമോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള ആശകളൊന്നും എനിക്കില്ല, അതൊന്നും എനിക്ക് ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ വീണ്ടും ഭഗവാൻ ഒന്നുകൂടി പരീക്ഷിക്കുകയാണ് അദ്ദേഹത്തെ. ഹേ രാജാവെ, അന്ത്യകാലം വരെ രാജസുഖങ്ങൾ അനുഭവിച്ചിരിക്കുക, പോരാത്തതായ വല്ല സുഖവും സിദ്ധിക്കാനുണ്ടെങ്കിൽ അത് ആലോചിച്ചറിഞ്ഞ് ഇപ്പൊ ചോദിച്ചോളൂ, അതും കൂടി തരാം. ഇനി മോക്ഷം എന്ന് പറയുന്നത് അങ്ങേക്ക് സിദ്ധമായി കഴിഞ്ഞു, കൈവല്യം അങ്ങേക്ക് ലഭിച്ചു കഴിഞ്ഞു. അതിനു മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് ചോദിച്ചോളൂ എന്ന് പറയും. ചിരമിഹ വ്രജനാർത്ഥ തപ്യമാനോനുപാതാപൈ അവിതൃഷഡമിത്രോ ലബ്ധശാന്തി കഥഞ്ചിത് ശരണത സമുപേതസ്തുത്പദാബ്ജം പരാത്മൻ അഭയമൃതമശോകം പാഹി മാവന്നമേശ എന്ന് പറയാം. അത് ഭഗവാന് തന്നെ അറിയാം ഇദ്ദേഹത്തിന് ഒരാളില്ല. എന്നാലും ഒരു ചെറിയ പരീക്ഷണവും കൂടെ കാണും. പക്ഷെ അവിടെയും അദ്ദേഹം തന്നെ ജയിച്ചു. പിന്നെ എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്? അത് മുചുകുന്ദനെ പരീക്ഷിക്കുന്നതിലും ഉപരിയായിട്ട് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഭോഗങ്ങളും സാധിക്കാൻ മാർഗം ഉണ്ടായിട്ടും ആ വക സുഖങ്ങളിൽ ബുദ്ധി പ്രവേശിക്കാതെ ഭഗവത്പാദ ഭക്തി ഉറയ്ക്കണം എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ ഭഗവാനിൽ നിന്നും അനുജ്ഞ വാങ്ങി ഏത് തപസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം, ഭഗവാൻ തന്നെ പറയുന്നു, പോയി തപസ് ചെയ്തോളൂ. എന്തിനാണ് നീ തപസ് ചെയ്യുന്നത്? ഭഗവാനെ കണ്ടില്ലേ? ഭഗവാനെ കണ്ടു, പിന്നെ എന്തിനാണ് തപസ് ചെയ്യുന്നത്? മോക്ഷവും ലഭിച്ചു കഴിഞ്ഞു, ഭഗവാനിൽ നിന്ന് മോക്ഷം ലഭിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാണ്? രാജാവിന് ഇപ്പോഴും കുറച്ച് പാപമുണ്ട് എന്ന് പറഞ്ഞാൽ യുക്തിഭംഗമാണെന്ന് തോന്നും. പക്ഷേ ഇതാണ് കാരണം. എന്താണ്? ധാരാളം വധം നടത്തിയിട്ടുണ്ട് പ്രജാപരിപാലനത്തിനായിട്ടും. അല്ലാതെ വെറുതെ ആണെങ്കിൽ നായാട്ടിന് പോയി ഒക്കെ പ്രാണിഹിംസ ചെയ്തിട്ടുണ്ട് ധാരാളം. അതിന്റെ പാപം പോകണമെങ്കിൽ ഈ തപസ് ചെയ്യണം. അതാണ് പറയുന്നത്. ധർമ്മവിരുദ്ധമാണ്. അതുകൊണ്ട് സർവേശ്വരനോട് മാപ്പ് ചോദിക്കണം എന്ന് പറയും. ഇത്രയുമൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ നിന്നും മറഞ്ഞു. മുചുകുന്ദൻ ആശ്രമത്തിലേക്ക് പോയി വളരെ കാലം അവിടെ തപസ് ചെയ്ത് മോക്ഷം നേടുകയും ചെയ്തു. ഇത്രയുമാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ക്ഷമിക്കുകയും എനിക്ക് പറഞ്ഞു തരികയും വേണം. നമുക്ക് എന്ത് പറഞ്ഞു? ഈ
ആ യുദ്ധത്തില് ശത്രുക്കളോ ആയുധങ്ങളോ ഒന്നും കൊണ്ട് മരിക്കരുത് എന്നൊക്കെ അധർമ്മമായിട്ടുള്ള വരമാണ് കാലയവനൻ വാങ്ങിയത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്തു. അത് തെറ്റാണ്. പിന്നെ മുചുകുന്ദന്റെ സ്തുതികളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഇതില് രണ്ടു വാക്ക് സംസാരിക്കാനുള്ള അവസരം തന്ന ആചാര്യന് കൂടി കൂടി പ്രണാമം. എങ്ങും അലഞ്ഞു നടക്കാതെ തന്നെ വീട്ടിലിരുന്ന് തന്നെ ഈ കാര്യങ്ങൾ, കഥകൾ, എത്ര എന്ത് തത്വങ്ങളാണ് ഓരോരുത്തരും പറഞ്ഞത്. ഹൃദയസ്പൃക്കാണ് അതൊക്കെ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി ഇതിൽ നിന്നും ഉണ്ട്. വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട്, ആചാര്യനോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. ഹരേ കൃഷ്ണ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത്രയും ഭംഗിയായിട്ട് ആ മുചുകുന്ദ മോക്ഷം എന്നുള്ള ഭാഗം വളരെയധികം എന്താണെന്നറിയില്ല, ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം. ഇതിനു മുമ്പുണ്ടായിരുന്ന 2 ടീച്ചർമാരാണ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ. അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ച് തന്ന സുധാമണി ടീച്ചറിന്റെ പാദത്തിൽ നമസ്കരിക്കുന്നു. ധാരാളം സത്സംഗങ്ങൾ പോരാ, ധാരാളം സൽക്കർമ്മങ്ങൾ ഒക്കെ ചെയ്യുവാനും അതിൽ പങ്കെടുക്കുവാനും വീണ്ടും ഭാഗവതത്തെ കൂടുതൽ അതിൻ്റെ സ്വാദ് അറിയുവാനും ഒക്കെ ഗുരുവായൂരപ്പൻ ആയുസ്സോളം വേണ്ട പോലെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഇതാ ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഈ ഭാഗവത കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ആദ്യമാണെന്ന് തോന്നുന്നു. അതെ, പ്രഭാഷണം ആദ്യമായിട്ടാണ് തോന്നുന്നു, വായനയുണ്ടായിട്ടെന്ന് തോന്നുന്നു. എന്തായാലും വളരെയധികം നമുക്ക് എന്തായാലും ഈ കുടുംബത്തിനൊരു നല്ലൊരു മുതൽക്കൂട്ടായി ഓരോരുത്തരായിട്ട് വരുമ്പോൾ അല്ലേ. അതൊരു വലിയൊരു ഭാഗ്യം തന്നെ. ടീച്ചർമാരും അധ്യാപകരും ഒക്കെ കൂടെ വരുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഇത് അറിയാൻ സാധിക്കും. കാരണം അവർക്കൊരു പ്രത്യേക ശൈലിയുണ്ട്. ടീച്ചേഴ്സിന്റെ ഒരു പ്രത്യേക ഉണ്ട്. താൻ പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു കർക്കശ ബുദ്ധി നമുക്ക് പ്രത്യേകം അവരുടെ, ഇപ്പൊ സീത ടീച്ചറാണെങ്കിലും സുധാമൻ ടീച്ചറിന്റെ ഞാൻ കണ്ട ഒരു ക്വാളിറ്റി, അത് മറ്റുള്ളവർ ഇത് അറിയണം എന്നുള്ളൊരു ഇതിലേക്ക്. ടീച്ചർ നല്ലൊരു എഴുത്തുകാരിയാണ്, നല്ലൊരു സാഹിത്യകാരിയൊക്കെയാണ്. അത് ശരിയാ. ഇന്നലെ തന്നെ ഞാനൊരു അതിന്റെ സാഹിത്യരചന കണ്ടു. അതാ പ്രഭാഷണത്തിലും കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതാ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, മലയാള സാഹിത്യത്തിന്റെ ഒരു നല്ലൊരു ചൊവ്വയുണ്ട്. അതാണല്ലോ അങ്ങനെ ഒഴുക്കും വരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സാഹിത്യം തീർച്ചയായിട്ടും അതിനുള്ള ഈ കവി എന്ന് പറയുന്നത് തന്നെ വലിയൊരു, പണ്ട് കവി എന്ന് പറയുന്ന ആരെയാ ശരിക്കും? കവി എന്ന് പറയുന്ന പണ്ഡിതന്മാരാണ്. എന്താ ഈ പണ്ഡിതന്മാരെന്ന് പറയാൻ കാരണം അവരുടെ ഉള്ളിലുള്ള അനുഭവമാണ് തൂലികയിലേക്ക് വരുന്നത്. അപ്പൊ അത് നിസ്സാരമല്ല. അനുഭവം ഉള്ളവർക്ക് എഴുതാൻ പറ്റുള്ളൂ, സാഹിത്യം വരുള്ളൂ. അതൊരു വലിയൊരു കഴിവ് തന്നെയാ, സംശയമില്ല. അത് ഭഗവാൻ ഇനിയും ധാരാളം സൃഷ്ടികൾ അല്ലേ, അത് എഴുതി കഴിഞ്ഞാൽ എത്രയോ കാലങ്ങളിലേക്ക് പിന്നെ നിൽക്കും. നമ്മൾ എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ അതാണ് ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്ന കവികളെ അല്ലേ ഓർത്തിരിക്കുന്ന കൂടുതലും. ഉള്ളൂരും അല്ലേ, ഇവരൊക്കെ ഇന്നും നമ്മുടെ മനസ്സിലൊക്കെ സാന്നിധ്യമായിട്ടിരിക്കുക. എന്തായാലും അതിനൊക്കെ സുധാമൻ ടീച്ചറിന് സാധിക്കട്ടെ. ധാരാളം എന്തെങ്കിലുമൊക്കെ ലോകത്തിന് അല്ലേ, അത് കയ്യിൽ ഒറ്റയ്ക്ക് ഇരിക്കാതെ അത് മറ്റുള്ളവരിലേക്ക് ഒരിക്കലല്ല, അർഹതയും കൂടുതലൊന്നുമല്ല. അല്ലല്ല, ഒരിക്കലും അല്ല. എനിക്ക് ഈശ്വരാനുഗ്രഹത്തെ കുറിച്ചുള്ള അനുഭവം തോന്നിയത് ഒരു കവിത ഞാൻ ഇതിനകത്ത് ഇടാം. അത് ചൊല്ലിയത് ഞാനല്ല, വിമലാജി ചൊല്ലിയത് ഞാൻ കൂടെ ഇടാം. എനിക്ക് പാടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. ഞാൻ പാടിയാൽ എല്ലാവർക്കും അരോചകം. അപ്പം നമുക്കിനി നാരായണീയം ആരംഭിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.